നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്ളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഏത്തൻ്റെയും പിന്നെ പാളാന്തോടൻ്റെയും പൂവിൻ്റെയും വിലകൾ ഇങ്ങനെ ഉയരത്തിൽ പോവുകയാണ്. ഇപ്പോൾ പാളാന്തോട അധികം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഇന്നലെ വിപണിയിൽ ഏകദേശം 35 വരെയാണ് പച്ചയ്ക്ക് കിലോയിൽ നടന്നത്. കാലാവസ്ഥ നേരത്തെ വന്നതിലും കനത്ത മഴയിലും കനത്ത കാറ്റിലും മിക്ക പാളാന്തോട വഴകളും ഒടിഞ്ഞു വീണ്. ഇതാണ് ഹൈറ്റിൽ പോകുന്നത് കൊണ്ട് കാറ്റടിച്ച് മിക്കതും ഒടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ഈ സീസണിൽ. പാളാന്തോട വളരെ കിട്ടാതെ വരികയാണ്. അതുകൊണ്ടാണ് ഇത്രയും വില കൂടാൻ കാര്യം. ഇതുപോലെ തന്നെയാണ് പൂവിൻ്റെ വിലയും ഇപ്പോൾ പച്ചയ്ക്ക് നല്ല മുഴുത്ത വേണമെങ്കിൽ 50-നടുത്ത് കൊടുക്കണം വിപണിയിൽ നിന്ന്. കടയിൽ നിന്ന് പഴം വാങ്ങിക്കുമ്പോൾ അതിനേക്കാളും നല്ലൊരു വില വാങ്ങിക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരും. നാട്ടിൽ 25% വയലുകൾ ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്, കാട് കയറി. കാരണം തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ച വേലക്കൂലിയും നട്ടാൽ വിളവെടുത്ത് കൊണ്ട് വിൽക്കാനും കർഷകർക്ക് വളരെ പാടുകയാണ് തന്നെയാണ്. പിന്നെ പോച്ച കയറി കിടക്കുന്ന സ്ഥലങ്ങൾ ബ്രഷ് കട്ട് ഉപയോഗിച്ച് നമുക്ക് പോച്ചകൾ വെട്ടി മാറ്റാം. അതിനായി സർക്കാർ ഒരു സബ്സിഡി നിരക്കിൽ അഗ്രികൾച്ചർ മെഷീൻസുകൾ ഇപ്പോൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ കാർഷിക ഉപകരണങ്ങൾക്ക് 80% വരെ സബ്സിഡി കിട്ടും. സ്പാം സ്കീം ഫോർ കേരള ഫാമേഴ്സ് എന്ന സ്കീമാണ്. ഓൺലൈൻ വഴി നമുക്ക് വേണം അപേക്ഷിക്കുവാൻ. സ്പാം എന്ന് പറയുന്നത് സബ്മിഷൻ അഗ്രികൾച്ചർ മെക്കാനൈസേഷൻ എന്നാണ്. കേരള കൃഷി വകുപ്പും കേന്ദ്ര കൃഷി വകുപ്പും സംയോജിച്ച് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഇതിലൂടെ വാങ്ങാൻ പറ്റുന്നത് പുല്ലുവെട്ടി, അതായത് ബ്രഷ് കട്ടർ, മരം വെട്ടി മെഷീൻ, ഇങ്ങനെ 100 കണക്കിന് മെഷീനുകൾ നമ്മൾ ഈ സബ്സിഡി നിരക്കിലൂടെ വാങ്ങിക്കാം നമുക്ക്. അതിനായി ഓൺലൈൻ അപേക്ഷയിൽ നമുക്ക് ആധാറും കരമടച്ച രസീത്, ഒരു പുതിയ ഫോട്ടോയും റേഷൻ കാർഡും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്നവർക്കും അതും കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് കടകൾ ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്. അവിടെയെല്ലാം ഓരോ ദിവസവും നമുക്ക് ഓരോ മെഷീൻ എടുത്ത് വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രഷ് കട്ട് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നാട്ടിലൊരു ബ്രഷ് കട്ട് വാടകയ്ക്ക് കിട്ടണമെങ്കിൽ 450 മുതൽ 500 ആണ് വാടക നിരക്ക് ഒരു ദിവസത്തേക്ക്. അതിൽ തൊഴിലാളി അത് വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കൂലി 1000 രൂപ. വിദഗ്ധ തൊഴിലാളികൾ, അവർ പരിശീലനം കിട്ടിയ തൊഴിലാളികളുണ്ട്. അവർ നല്ല രീതിയിൽ ബ്രഷ് കട്ട് ചെയ്താൽ അത് പോച്ച പിന്നെ അങ്ങനെ പെട്ടെന്ന് വളർന്നു വരത്തില്ല. അല്ലാതെ നമ്മൾ മണിക്കൂറിന് 350 വെച്ചും കട്ട് ചെയ്യുന്നവരിപ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ടതിൽ വളരെയധികം നന്ദി.